ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചിക്കൻ ബ്രസ്റ്റ് വരട്ടുന്നതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഈ നല്ലൊരു വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കറി ഞാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 300 ഗ്രാമോളാണ് ചിക്കൻ വരുന്നത്. ഇത് ചിക്കൻ ബ്രസ്റ്റാണ്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം കേട്ടോ. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടായ ഓയിലിലോട്ട് ഞാൻ 4 ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. സവാള എളുപ്പത്തിൽ വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും 2-3 പച്ചമുളകും നന്നായി ചതച്ചെടുത്തതാണ്, അത് ഞാൻ ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ റോ ടേസ്റ്റൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയും ഒരു റോ ടേസ്റ്റ് പോകുന്നോടം വരെ നമ്മൾ അതൊന്ന് നന്നായി മൊരിയിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ പട്ട ചേർത്ത് കൊടുക്കാം. 2-3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇതാ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. 1/2 തക്കാളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഗ്രേവി നമുക്കിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്രേവിയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട്. ഇത് നമുക്ക് ചിക്കനും ഗ്രേവിയൊക്കെ നന്നായി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയി പോകും. ഇനി അല്പം നേരം ഇതിങ്ങനെ തന്നെ ഒന്ന് കിടന്ന് വേവട്ടെ. ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടുന്നത് വരെ നമുക്കതിനെ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് വരട്ടിയത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എന്നിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.